ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും പട്ടികജാതി വിഭാഗം സെല്ലിന്റെ തലവനുമായ കിഷോർ ചന്ദ്രദേവ് പാർട്ടി വിട്ടിരിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ട്. നിലവിൽ ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസുമായി ചർച്ചയ്ക്ക് പോലും പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാവുന്നില്ല. കിഷോർ ചന്ദ്ര ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നും സംസ്ഥാനത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത സ്ഥിതിയിൽ കോൺഗ്രസ് എന്ന പാർട്ടി മാറിയിരിക്കുന്നു എന്നും ഈ പാർട്ടിയുമായി തുടർന്നു പോകാൻ ഇനി സാധിക്കില്ല എന്നാരോപിച്ചാണ് കിഷോർ ചന്ദ്ര രാജിവെച്ചത്. തളർവാദം വന്ന അവസ്ഥയിലാണ് പാർട്ടി ഉള്ളതെന്നും ഇക്കാലയളവിൽ സംസ്ഥാന സമിതിയിലുള്ളവർ പാർട്ടിയെ തളർത്താനായി പരമാവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സംസ്ഥാനത്ത് നിന്ന് ആദ്യ തിരിച്ചടിയാണ് ഉമ്മൻചാണ്ടി നേരിട്ടത്. യുവാക്കളെ മാത്രം പരിഗണിച്ചുള്ള രാഹുലിന്റെ രീതികളാണ് കിഷോറിനെ പാർട്ടിയിൽ നിന്നും അകറ്റിയത്. തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് കിഷോറിന്റെ അഭാവത്തിൽ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തൽ. ഉമ്മൻചാണ്ടിയോടും തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു എന്നും എന്നാൽ അദ്ദേഹം സമിതിയിലെ പ്രശ്നക്കാരുടെ വാക്കിൽ വീണുപോയെന്നും കിഷോർ പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്റെ ഉപദേഷ്ടാവാണ് ആദ്യ പ്രശ്നക്കാരൻ. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വരെ അട്ടിമറിച്ച് TDPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് ഇവർ വ്യക്തമാക്കണമെന്നാണ് കിഷോറിന്റെ ആവശ്യം. കിഷോറിന്റെ രാജി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സ്വീകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. BJPയുമായി പിന്തുണയ്ക്കുന്നവരുമായോ ഒരു ബന്ധവും പുലർത്തില്ല എന്ന് കിഷോറും വ്യക്തമാക്കിയിട്ടുണ്ട്. കിഷോർ ആരോപണം ഉന്നയിച്ച നേതാക്കളെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.